മച്ചാമാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണ ഈ ഒരു KSRTC ബസ്, അതായത് വിൻറ്റേജ് ലുക്ക് KSRTC ബസ്സിൻ്റെ മിനിയേച്ചർ കുറച്ച് പാച്ച് വർക്കൊക്കെയാണ്. ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആ ഗ്ലാസിൻ്റെ അവിടെ ചെറിയൊരു പോറലുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ആക്സിലോഡ് ഉൾപ്പെടെ, അതായത് ടയർ ഉൾപ്പെടെ ഇങ്ങനെ ഇളകി വന്നു. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. നമ്മളെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സ് ഇങ്ങനെയാണല്ലോ വളർന്നു വരുന്നത്. അപ്പോൾ ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒട്ടിക്കാൻ നോക്കിയപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഫിക്സ് ആവുന്നില്ല. അതായത് നേരത്തെ ഇരുന്ന ആ സെയിം അളവിൽ വെച്ചപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വന്ന പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾക്ക് അവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു ലെവല് കിട്ടുന്നില്ല, കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കറക്റ്റ് വേറെ ലെവലിൽ വയ്ക്കാം. നേരത്തെ ഇരുന്നതിനേയും കാട്ടി കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ സെറ്റായി. അപ്പം നമുക്ക് എന്തായാലും ടയർ ഉരുണ്ടൊക്കെ നോക്കണമല്ലോ. അവസാനം ഫ്ലെക്സ് കുക്കൊക്കെ ഇട്ടിട്ടാണ് ഒട്ടിച്ചത്. സംഭവം സെറ്റായി. ഇപ്പോൾ വണ്ടി നല്ല പോകും. പക്ഷേ ഇത് മാത്രം വെച്ചിട്ട് ബലം കിട്ടത്തില്ല, കാരണം നിങ്ങൾക്ക് വീണ്ടും പൊട്ടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒട്ടിക്കാമെന്ന്. അതാകുമ്പോൾ നല്ല ഫിറ്റായിട്ടിരുന്നോളും. അപ്പോൾ കറണ്ടിൽ കൊടുത്തിട്ട് അത് കുറച്ച് നേരം പിടിയും അത് വരാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് കാണിച്ചു തരാം ബാക്കി. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സെറ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും ഒട്ടിക്കാൻ പോവുകയാണ് ഞാൻ. ഒരു 2 സൈഡ് ഒട്ടിക്കാം, കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നല്ല ബലത്തിൽ ഇരുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവും, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് വയ്ക്കാനുള്ള ഇതേ ഉള്ളൂ. എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ നമ്മളെ പശയുണ്ടല്ലോ, ആ സാധനം തീരാറായി. സ്റ്റിക്ക് തീരാറായി. ഇത് ലാസ്റ്റ് സ്റ്റിക്കാണ്. ഇത് കഴിഞ്ഞാൽ ഇനി സ്റ്റിക്കില്ല. ഇപ്പം കണ്ടാൽ അറിയാം, കുറച്ച് സ്റ്റിക്ക് കണ്ടാൽ കുറച്ചേ ഞാൻ എടുക്കണുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറേ വെച്ചേനെ. ഇപ്പോൾ ഇവിടെ വാങ്ങിക്കാനും പാടാണ്. ഈ സാധനം ഇവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. ഇനി ഓൺലൈൻ വഴി വാങ്ങിക്കണമെങ്കിൽ അത് സെറ്റായിട്ട് ഭയങ്കര പൈസ. ഇപ്പോൾ ഒന്നിന് 5 രൂപ വെച്ചാണ്. അപ്പം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ആ വയർ കാണുന്നത് ലൈറ്റിൻ്റെ വയറാണ്. മണ്ടത്തരം പറ്റി, അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്ര ഒട്ടിച്ചപ്പം തന്നെ സ്റ്റിക്ക് കുറേ തീർന്നു. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ ഒട്ടിക്കുന്നില്ല. അപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ലൈറ്റ് ഇടാൻ നോക്കിയപ്പം സെറ്റ് ആവണില്ല, കാരണം അവിടെ ഹോൾ ഇടാൻ പറ്റുന്നില്ല. ഇപ്പുറത്ത് ലൈറ്റ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. കണ്ട, ഇവിടെ ഒരു ചെറിയൊരു മെക്കാനിസം വെച്ചിട്ടാണ് ഓണാക്കുന്നത്. കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇതേപോലെ ഓണാക്കാൻ പറ്റും. ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ആ ഫ്രണ്ട് പോർഷൻ, ഗ്ലാസ് ഒന്നും അല്ല. ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്തതാണ്. അതുകൊണ്ട് അത് സ്പ്രെഡ് ആവും. കണ്ട, ലൈറ്റ് സ്പ്രെഡ് ആവണം. കണ്ട, ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടൊരു ഐഡിയ ആയിരിക്കും, കാരണം സ്പ്രെഡ് ആവും. ഇവിടെ ഒരു 3 ബാറ്ററി, ചെറിയ മിനിയും ബാറ്ററി വെച്ചിട്ടാണ്. അടിഭാഷ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത്ര വൃത്തികേടായിട്ട് ചെയ്തത്. അല്ലെങ്കിൽ വൃത്തിയായിട്ടല്ല ബോക്സൊക്കെ ഒട്ടിച്ച് ചെയ്തേനെ. പക്ഷേ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം നമുക്ക് അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ പിന്നെ അങ്ങ് ചാലയിൽ പോകണം. ചാലയിൽ മറ്റേ ഇലക്ട്രോണിക് കടയൊക്കെ കിട്ടണം, ആ സ്ഥലത്ത് പോകണം. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഞാൻ വലിയ ഇതങ്ങോട്ട് ഇതാക്കിയില്ല. പിന്നെ ബാക്കിൽ കണ്ട, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. പിന്നെ ഇവിടെ പെയിൻ്റ് അടിക്കണം, ഇവിടെ ഫിനിഷിങ് വരുത്തണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരിയെന്നാൽ.